ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം പറയാവേ. ദുബൈ പോയി വന്നപ്പോൾ തോന്നിയ ഒരു ആഗ്രഹമാണ്. ദുബൈയിൽ ചേട്ടൻ്റെ വീട്ടിലെ ഒരു പീസ് ലില്ലി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തൊട്ട് എനിക്കും ഒരു ആഗ്രഹം തോന്നി, എനിക്കൊരു പീസ് ലില്ലി വേണമെന്ന്. അത് വേറൊന്നുമല്ല, ചേട്ടന് ആ പീസ് ലില്ലി വളർത്തിയേക്കുന്ന രീതി കൊള്ളാം. സാധാരണ ഞാൻ സൗദിയിൽ വന്നിട്ട് കുറേ ചെടി ഇങ്ങനെ വളർത്തി നോക്കിയിരുന്നേ. നമുക്കിവിടെ ബാൽക്കണി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഇൻഡോർ അല്ല ഔട്ട്ഡോർ പ്ലാന്റ്സ് പോലും ഇൻഡോർ ആയിട്ട് വളർത്താൻ, അതായത് മുല്ല തെറ്റിയൊക്കെ ഒന്ന് വളർത്താൻ ശ്രമിച്ചു. എല്ലാം പരാജയമായിരുന്നു. ചൂട് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാം പോയി. പിന്നീട് അത് മാറിയിട്ട് ഇൻഡോർ പ്ലാന്റ്സ് മാത്രമാക്കി. ഇൻഡോർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാലും കൂടുതലും എൻ്റെ കയ്യിൽ മണി പ്ലാന്റ് ആണ് ഉള്ളത്. അപ്പം ഈ പ്രാവശ്യം ഇങ്ങനൊരു ഐഡിയ കിട്ടിയപ്പോഴത്തേക്കും ഞാനൊരു മിനിയേച്ചർ വേർഷൻ്റെ ഒരു പീസ് ലില്ലി മേടിച്ച്, അതുപോലെ വലിയൊരു പീസ് ലില്ലിയും കൂടി മേടിച്ച് ആ വലിയ പീസ് ലില്ലി ഞാൻ വാട്ടർ പ്ലാന്റ് ആയിട്ട് വളർത്തുകയും ചെയ്തു. ഇതെങ്ങനെയുണ്ട് ഈ സ്റ്റാൻഡ്? പുതിയതായിട്ട് വാങ്ങിയതാണേ. പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വെച്ച് നിരത്തി വെച്ചിട്ടേ ചൂട് കാരണം വല്ലാണ്ടാവുന്നു. അപ്പൊ റൂമിൽ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡിലാവുമ്പോഴത്തേക്ക് എല്ലാം ചെടി ഇരുന്നോളുമല്ലോ. അതുകൊണ്ട് ഏകദേശം അതൊന്ന് സ്റ്റാൻഡിൽ സെറ്റ് ചെയ്തു. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആ ലക്കി ബാമ്പു. ഇത് ആ സ്റ്റാൻഡ് മേടിച്ചപ്പോൾ കിട്ടിയ ടൂൾസാണ്. എന്തായാലും നല്ല യൂസ്ഫുൾ ആയിരുന്നു അത്. കാരണം എൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് ടൂൾസൊന്നും ഇല്ലായിരുന്നു. ഞാൻ കൈകൊണ്ടൊക്കെ മണ്ണ് വാരി ഇടുന്നതും ഏതെങ്കിലും കമ്പൊക്കെ കിട്ടുമ്പോൾ അത് ഇട്ടിട്ടാണ് മണ്ണൊക്കെ നിളക്കി കൊടുക്കുകയൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് തരുന്നത് എൻ്റെ കെട്ടിയോനാണ്. കെട്ടിയോൻ മാത്രമല്ല, മോള് ഹെൽപ്പ് ചെയ്യുന്നുണ്ടേ. ഈ മണി പ്ലാന്റ് ഒക്കെ ഏകദേശം എൻ്റെ കയ്യിൽ ഒരു 1.5 വർഷമായിട്ടുണ്ടേ. അപ്പം അന്ന് തൊട്ട് എടുത്ത് കാട്ടിലിട്ടിരുന്നതാണ് ഈ സ്റ്റാൻഡ്. എപ്പോഴും വാങ്ങണമെന്ന് വിചാരിക്കും, പിന്നെ ഓർക്കും നോക്കാം ഇത് എത്രമാത്രം എൻ്റെ കയ്യിൽ ഈ ചെടികളൊക്കെ നിലനിൽക്കുമെന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങാന്ന് കരുതി നീട്ടി പോയതാണ്. അപ്പൊ എന്തായാലും ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒന്നും തന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ സന്തോഷത്തിൽ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടേ നീറ്റായിട്ട് വെക്കാന്ന് വിചാരിച്ച്. സാധാരണ ഞാനിങ്ങനെ പല സ്ഥലത്താ കിച്ചണിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പാസേജിൽ നടക്കുന്ന സ്ഥലത്ത് കുറേ ഇങ്ങനെ താഴെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ലിവിങ് ഏരിയ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, കുറച്ച് നീണ്ട ഇലയുള്ളത്. അത് ഞാൻ റൂമിലും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തായിട്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. അപ്പം അതെല്ലാം ഇനി ഒന്നിച്ച് വെക്കാലോ. റൂമിലാകുമ്പോൾ AC ഒക്കെ ഉള്ളത് കൊണ്ട് ചെടി അധികം വാടി പോകത്തുമില്ല എന്നുള്ള ഒരു ഇതിൽ ഞാൻ എല്ലാ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി തണുപ്പാകുമ്പോഴത്തേക്ക് നമുക്കിത് ലിവിങ് റൂമിലേക്കും ഒക്കെ ആയിട്ട് മാറ്റി വെക്കാം, പ്രശ്നമില്ലല്ലോ. അപ്പം തകർത്തിരുന്നിട്ട് സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനകത്ത് ഇൻസ്ട്രക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടില്ല, ഈസി ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്റ്റാൻഡായിരുന്നു. എനിക്ക് ശരിക്കും ഈ സ്റ്റാൻഡ് മേടിച്ച സമയത്ത് ഒരു പേടിയുണ്ടായിരുന്നു, ഇത് വരുമ്പോൾ ഇനി തീരെ ചെറുതായി പോകുമോ, ബലം ഉണ്ടാവുമോ, എൻ്റെ പ്ലാന്റ്സ് ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഒടുങ്ങി താഴെ കിടക്കുമോ എന്നൊക്കെ. എന്തായാലും ഭാഗ്യത്തിന് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. നല്ല സ്റ്റാൻഡാണ്. എന്താ പറയാ, നല്ല സ്ട്രോങ് ആണ്. ചെടിയൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിപ്പുണ്ട്. മനു തകർത്ത് നോക്കുന്നുണ്ട്, എല്ലാ സ്ക്രൂ ഒക്കെ വെച്ചിട്ട്. ആദ്യം എണ്ണി നോക്കിയിട്ട് പറഞ്ഞു, 2 സ്ക്രൂ അധികം വരുന്നുണ്ടല്ലോ എന്ന്. അതല്ലല്ലോ, അങ്ങനെയാണല്ലോ, നമ്മൾ എന്ത് സെറ്റ് ചെയ്താലും 1 സ്ക്രൂവും 2 സ്ക്രൂ ഒക്കെ അധികമായിരിക്കും. എന്നാലും സംഭവം എനിക്ക് തോന്നുന്നു അവർ എക്സ്ട്രാ തരുന്നതായിരിക്കും, നമ്മുടെ മിസ്റ്റേക്ക് അല്ലല്ലോ. അപ്പൊ എന്തായാലും ആള് തകർത്തതാ, ഇൻസ്ട്രക്ഷൻ ഒക്കെ വായിച്ചു നോക്കുന്നുണ്ട്. ഇതൊരു അരമണിക്കൂറോളം വായിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏകദേശം ഇൻസ്ട്രക്ഷൻ ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ട് ആള് വീണ്ടും പണിക്ക് കയറിയിട്ടുണ്ട്. ഇതെന്തായാലും ലാസ്റ്റേ ഒന്നും കൂടി അയച്ച് സെറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അതിൽ പറഞ്ഞതുപോലൊക്കെ ഇല്ലേ, ഞാൻ ചുമ്മാ കളിയാക്കി പറഞ്ഞതാണേ. ആള് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഞാനിങ്ങനെ നോക്കിയപ്പോ ഇത് കുറെ ഉണ്ടല്ലോ, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ ഇച്ചിരി മെനക്കേടാണല്ലോ എന്ന് നിർത്തിയിട്ട് ഞാൻ എസ്കേപ്പ് ആയിരുന്നു. ഞാൻ പറഞ്ഞു, നീ സെറ്റ് ചെയ്താൽ മതി, നീ അല്ലേ പറഞ്ഞ ഈസി ആണെന്ന്, അപ്പൊ നീ അങ്ങ് സെറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുടെ കൈ സെറ്റ് ചെയ്യാൻ കൊടുത്തതാണ്. എന്തായാലും നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്ത് തന്നു. ലാസ്റ്റ് ഞാൻ കുറച്ചിടക്കിട്ട് കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നാട്ടിലാണേലും സൗദിയിലാണേലും എനിക്ക് ഏറ്റവും ക്രേസ് ഉള്ള ഒരു സാധനമാണ് ഈ ചെടികൾ. നാട്ടിലാണെങ്കിൽ നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ വളർത്താൻ പറ്റുമല്ലോ. ഇവിടെ പക്ഷെ ഔട്ട്ഡോറിന് കുറച്ച് ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും എന്തെങ്കിലും ഒക്കെ വേണമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇൻഡോർ സെറ്റ് ചെയ്ത് തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ തെറ്റി, മുല്ല, റോസ് ഒക്കെ കളക്ട് ചെയ്തിരുന്നു. ഞാൻ ഫസ്റ്റ് കുറേ നാൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു തണുപ്പ് സമയമായപ്പം. പക്ഷെ ചൂട് സമയമായപ്പോഴത്തേക്ക് പൈപ്പിൽ നിന്ന് ചൂടുവെള്ളം വരുന്നത് എനിക്കറിയില്ലായിരുന്നു. ഞാനാണെങ്കിൽ പൈപ്പിൽ നിന്ന് പിടിച്ച് നേരെ ഒഴിച്ചു കൊടുത്തു. നല്ല ചൂടായിരുന്നു വെള്ളം. പിറ്റേ ദിവസത്തേക്കല്ലേ ഓരോന്നായിട്ട് കൊഴിയാൻ തുടങ്ങി. പിന്നെ ഞാനെടുത്ത് അത് അകത്ത് വെച്ച് നോക്കി. അങ്ങനെ നൈസായിട്ട് 1 മാസത്തെ ഗ്യാപ്പിൽ എല്ലാം കരിഞ്ഞു പോയി.
എൻ്റെ തെറ്റി എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസത്തോളം ഏകദേശം അകത്ത് നല്ല രീതിയിൽ നിന്നതാ. വലിയ പൂവിടുന്നില്ലെന്നുള്ള പ്രശ്നമേ ഉള്ളായിരുന്നു. ഞാൻ ഈ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് വെളിയിൽ വെച്ചപ്പോഴത്തേക്ക് അതും പണി തന്നു. അങ്ങനെയാണ് പിന്നീട് മനസ്സിലായത് ഔട്ട്ഡോർ അധികം നടക്കില്ല, എന്നാൽ ഇനി ഇൻഡോർ പിടിക്കാന്ന് വെച്ചിട്ടേ ആദ്യം മനുവിനോട് പറഞ്ഞു, മനു ഒരു മണി പ്ലാന്റ് മേടിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ഒരു മണി പ്ലാന്റ്, 3 മണി പ്ലാന്റ് മേടിച്ചു തന്നു ആദ്യം. അത് കഴിഞ്ഞ് അത് സെറ്റായി നല്ല അടിപൊളിയായിട്ട് വളർന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെ വേറെ ആ പ്ലാന്റിന്റെ പേര് ഞാൻ മറന്നുപോയി ശരിക്കും. ഒരു തടി പോലെ വന്നിട്ടേ മുകളിൽ നിറയെ നീണ്ട ഇലകൾ വരുന്നത്, അത് തന്നെ നല്ല അടിപൊളിയാണ്. അത് മേടിച്ചപ്പോഴും വീണ്ടും ഒരു 2 മണി പ്ലാന്റ് മേടിച്ചു. പിന്നുള്ള മണി പ്ലാന്റ് ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് വളർത്തിയെടുത്തത്. പിന്നെ ഞാൻ ലക്കി ബംബു ഒക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. അത് ഞാൻ വെള്ളത്തിൽ തന്നെ വളർത്തിയത് കൊണ്ട് അത് ഭാഗ്യത്തിന് ഉണങ്ങിപ്പോയിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ സ്നേക്ക് പ്ലാന്റ് കൊണ്ടുവന്ന് മണ്ണിൽ നട്ട് അത് പിന്നെ അലോവേര കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അലോവേര നല്ല അടിപൊളിയായിട്ട് കിളുത്ത്. പക്ഷെ ഞാൻ ആ സമയത്ത് നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് അലോവേരയൊക്കെ പോയി, കറ്റാർ വാഴപ്പഴ അതങ്ങ് പോയി. പിന്നെ സ്നേക്ക് പ്ലാന്റും അപ്പോഴത്തേക്കും ഏകദേശം ഉണങ്ങിപ്പോയി. ഞാനിത് ലക്കി ബംബു വളർത്തിയത് കൊണ്ട് അത് പോകാതെ നിന്നു. പക്ഷെ ഈ അടുത്ത സമയത്ത് ഞാനൊരു അഭ്യാസം കാണിച്ച് അതിലൊരെണ്ണം എടുത്തിട്ട് ഞാൻ വേറെ വെള്ളത്തിലേക്കൊന്ന് ഇട്ടു. അതങ്ങ് അഴുകി പോവുകയും ചെയ്ത്. ഇപ്പൊ നിൽക്കുന്നത് സ്റ്റോണൊക്കെ ഇട്ടിട്ടുള്ളതായതുകൊണ്ട് അതിലിപ്പോൾ 2-3 ഉണ്ട്. അങ്ങനെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു 10ഓളം മണി പ്ലാന്റ് കളക്ഷൻ ഉണ്ട്. പിന്നെ ഇപ്പൊ മേടിച്ച 2 പീസ് ലില്ലി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ നീണ്ട ഇലയുള്ള ഒരു ഇൻഡോർ പ്ലാന്റ്. അങ്ങനെ കുറച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള ആകെയുള്ള ഒരു സന്തോഷം. പിന്നെ എൻ്റെ കെട്ടിനോടെ എനിക്ക് പ്ലാന്റ്സ് മേടിച്ചു തരുമെന്നൊക്കെ പറഞ്ഞാലും ആള് മേടിച്ചു തരും കേട്ടോ. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനിയിപ്പോൾ കരിഞ്ഞു പോയിട്ട് എനിക്കത് മേടിച്ചു തരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേടിച്ചിട്ടില്ല. പക്ഷെ ഇൻഡോർ ഞാൻ അതുപോലെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇൻഡോർ അങ്ങനെ പോകില്ലല്ലോ, അതുകൊണ്ട് ഇൻഡോർ മേടിച്ചിരുന്നത്. പിന്നെ ഇപ്പം ഞാൻ പോയിട്ട് എനിക്ക് മുല്ല മേടിച്ചു തരണം, തെറ്റി മേടിച്ചു തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മേടിച്ചു തരില്ല. അങ്ങനത്തെ കല്യാണി അമ്മ ഹെൽപ്പിങ്ങിനായിട്ട് എത്തിയിട്ടുണ്ട്. ആളിങ്ങനെ സ്ക്രൂ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പ എന്നോട് ചോദിക്കണം ഏത് സ്ക്രൂ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തു തരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളി നിൽക്കുന്നത്. അവൾ ഉറക്കത്തിൽ നിന്നിട്ടതേ ഉള്ളൂ. എന്നാലും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ചാടി ആൾ ഇറങ്ങിയിരിക്കും. പല്ല് പോലും തേച്ചിട്ടില്ലെന്നേ, ഉറക്കത്തിൽ നിന്നിട്ട് നേരെ ഇറങ്ങിയത് പപ്പ എന്താ ചെയ്യണേ എന്ന് ചോദിച്ചിട്ടാ. അങ്ങനെ പപ്പയുടെ കൂടെ ഹെൽപ്പ് ചെയ്യാനും ആള് കൂടി. ഈ പരിപാടിക്ക് എനിക്ക് നോക്കൂലിയാണേ. ഞാൻ ഇടയ്ക്ക് വന്നൊന്ന് നോക്കിയിട്ട് പോയിട്ടേ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് പോകും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വന്നിട്ടൊന്ന് നോക്കൂ എന്താണ് ലാസ്റ്റ് എത്ര എത്തി എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയാണേ. അങ്ങനെ പണിത് മക്കളെ ഇത്ര എത്തിയിട്ടുണ്ട്, തീരാറായിട്ടുണ്ട്. ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 2-3 അത്രേ ഫിറ്റ് ചെയ്യാനുള്ളൂ. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് പ്ലാന്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം പണിയൊക്കെ തീർന്നിട്ടുണ്ട്. നമ്മളിതിലൊന്ന് കൈ തൊടണമല്ലോ. അപ്പൊ ലാസ്റ്റ് 2 സ്ക്രൂ മുറുക്കാൻ ഏറ്റവും ടോപ്പിലിരിക്കുന്ന പോർഷനും ഫിറ്റ് ചെയ്തത് ഞാനാണ്. അതിന് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് പറയാലോ ഇത് ഞാനും കൂടി ഫിറ്റ് ചെയ്തതാണെന്ന്. അതിനു വേണ്ടിയിട്ടാണ്. ഇത് അതിൻ്റെ കൂടെ കിട്ടിയ ടൂൾ ബോക്സ് ആണ്. എന്തായാലും നല്ല ഉപകാരമുള്ളൊരു ടൂൾ ബോക്സ്. ഒരു 3 എണ്ണം ഉണ്ട്. നമ്മുടെ ഈ മണ്ണൊക്കെ നീക്കാനും നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കാനും ഒക്കെ പറ്റും. അങ്ങനെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നേഴ്സറി പോയിരുന്നു എന്ന്. നേഴ്സറി പോയ സമയത്ത് അവിടെ നിന്നൊരു കുറച്ച് വളം കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ 19 ഒക്കെ പോലെ ഇരിക്കുന്ന കുഞ്ഞു ബീഡ്സ് പോലെയുള്ള സാധനം. അവർ പറഞ്ഞതൊരു 3-4 എണ്ണം വെച്ചിട്ട് ഇതിന് ഇട്ട് കൊടുത്താൽ മതി, നല്ലതായിട്ട് വളരും എന്നാണ് പറഞ്ഞത്. അല്ലാതെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് വളമൊന്നും ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. മേടിച്ച വഴി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അല്ലാതെ വളമൊന്നും പ്രത്യേകിച്ച് ഇട്ട് കൊടുത്തിട്ടേ ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു തണുപ്പ് സമയത്തേക്കാളും കൂടുതൽ നന്നായിട്ട് കിളിക്കുന്നത് ചൂട് സമയത്താണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് കിച്ചണിലൊക്കെ ഇരുന്ന് മണി പ്ലാന്റ് ഒക്കെ കുറച്ച് നന്നായിട്ട് കിളുത്ത് വന്നായിരുന്നു. പിന്നെ ഏകദേശം ഈ പടത്ത് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു, അതും അത്യാവശ്യം നന്നായിട്ട് കിളുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് എൻ്റെ പ്ലാന്റ്സ് മൊത്തത്തിൽ കാണിക്കാവേ. ഏകദേശം എൻ്റെ ഒരു പ്ലാന്റ് ഞങ്ങൾ ദുബായി പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇലകളെല്ലാം ഏകദേശം മഞ്ഞിച്ചായിരുന്നു. അപ്പോൾ ആ ഇലയൊക്കെ ഞാൻ പിച്ചി കളഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭംഗി ഒരിത്തിരി കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയാക്കി എടുക്കാം ഇനി.
അപ്പൊ ദേ ഫൈനൽ ലുക്ക് ഇതാ. അപ്പൊ ദേ ഇതാണ് എന്റെ പ്ലാന്റ്. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ശരിക്കും ഇത് മേടിച്ച സമയത്ത് എനിക്ക് പേര് അറിയായിരുന്നു. ഇത് ദുബായി പോയിട്ട് വന്നപ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഇലയൊക്കെ ഞാൻ ഇലയെല്ലാം പിച്ചിക്കളഞ്ഞ്, കുറച്ചെല്ലാം മഞ്ഞിച്ചായിരുന്നു, അപ്പൊ ഞാനൊന്ന് ഇലയൊക്കെ പിച്ചിക്കളഞ്ഞ്. പിന്നെ ദേ ഇതാണ് മണി പ്ലാന്റ് കളക്ഷൻ. കുറച്ചുകൂടി ഉണ്ട്, അത് വേറെ സ്ഥലത്ത്, അത് കുറച്ച് പടത്തി വിട്ടേക്കുന്നത് കൊണ്ടൊക്കെ മാറ്റിയതാ. പിന്നെ ഇതൊക്കെ ഞാൻ കുറച്ച് കട്ട് ചെയ്തൊക്കെ കളഞ്ഞതല്ല കേട്ടോ, കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് നോക്കിയതാ, പക്ഷെ കിളുത്ത് കിട്ടിയില്ല. ഇത് ഇടയ്ക്കൊന്ന് വെയിൽ കൊണ്ടപ്പോഴത്തേക്ക് ഒന്ന് ഇലക്ക് കിട്ടിയ പണിയാണ്. ഇതാണ് മിനിയേച്ചർ പീസ് ലില്ലി, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് 5 റിയാൽ ഉള്ളായിരുന്നു. പിന്നെ താഴോട്ടുള്ളത് മണി പ്ലാന്റ്. ചിലതൊക്കെ ഞാൻ ഇങ്ങനെ കമ്പ് കുത്തിയിട്ടേ കിളിപ്പിച്ച, ഇത് ഞാൻ കമ്പ് കുത്തി കിളിപ്പിച്ച. ഇത് അത്യാവശ്യം ഒന്ന് കിളുത്ത് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്ക് 2-3 ഇല അങ്ങ് പോയി, എന്നാലും ഇപ്പൊ കുഴപ്പമില്ലാതെ കിളിക്കുന്നുണ്ട്. പിന്നെ ഇതാണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലക്കി ബാമ്പു. ഇതൊരു 4-5 എണ്ണം ഉണ്ടായിരുന്നത്, 2 എണ്ണത്തോളം. ഒരെണ്ണം ഈ അടുത്ത സമയത്താ പോയത്, 2-3 ദിവസമായതേ ഉള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ടാ വളർത്തിയേക്കുന്നത്. അങ്ങനെ ചേട്ടന്റെ ഗാർഡനിൽ ഇരിക്കുന്നത് കണ്ടിട്ട് ആഗ്രഹം തോന്നി മേടിച്ച ആളാണ് ഈ പീസ് ലില്ലി. ഞാൻ വളർത്തുമ്പോ എത്രമാത്രം നല്ലതാകുമെന്ന് എനിക്ക് അറിയില്ല. ഏകദേശം ചേട്ടന് സെറ്റ് ചെയ്തേക്കുന്നത് പോലെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടെ മണ്ണൊക്കെ പോകാനുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇങ്ങനെ അത്യാവശ്യം മണ്ണൊക്കെ തട്ടിക്കളഞ്ഞ് ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ടാണ് വെള്ളത്തിലിട്ട് വെച്ചത്. നോക്കാം. എന്തായാലും ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട്. മേടിച്ച സമയത്ത് ഒരു 2-3 ഇല ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിൽ കൊണ്ടതിൻ്റെ ആയിരിക്കാം, അതൊക്കെ ഒന്ന് മാറി ഒന്ന് സെറ്റാവും. ഒരു പൂവും ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മണി പ്ലാന്റ് പടത്തി വിട്ടേക്കാം. അതിനകത്ത് കുറച്ചിലൊക്കെ മഞ്ഞിച്ചതൊക്കെ ഞാൻ കളഞ്ഞതുകൊണ്ട് വെറും തണ്ടായിട്ടൊക്കെ കുറച്ചുണ്ടേ. പിന്നെ ഒരെണ്ണം കുഞ്ഞതാ, അതൊക്കെ കമ്പ് നട്ടിട്ട്, അതായത് ഇങ്ങനെ ഏകദേശം ഒന്ന് വേര് വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഒടിഞ്ഞൊക്കെ വീഴുമല്ലോ, ഒടിഞ്ഞു പോകുന്നത് എൻ്റെ കൈ തട്ടിയിട്ടൊക്കെ ഒടിയുന്നതാ. അതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ചെറിയ ഒരു ഇൻഡോർ ഗാർഡനായത്. ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണേ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഇൻഡോർ ഗാർഡൻ ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കണേ. ഇൻഡോർ ഗാർഡൻ എന്ന് പറയാനൊന്നുമില്ല, എന്നാൽ ഇതെന്റെ കൊച്ചു വലിയ സന്തോഷമാണ്. അപ്പൊ ഓക്കെ, ബൈ.